നമസ്കാരം. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലേക്ക് സ്വാഗതം. 3ാമത്തെ യൂണിറ്റിലെ കുതുകമോട് ആലപിച്ചാലും എന്ന ഈ യൂണിറ്റിലെ കളിപ്പാവകൾ എന്നുള്ള ആ ഒരു പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നത്. NB മുഹമ്മദിൻ്റെ അതിമനോഹരമായ ഒരു നോവലാണ് ഇത്. അതിലെ ഒരു ചെറിയൊരു ഭാഗമാണ് കളിപ്പാവകൾ. ദൈവത്തിൻ്റെ കണ്ണ് എന്നുള്ള ആ നോവലിലെ ഒരു ഭാഗമാണ് കളിപ്പാവകൾ. അതിൽ മുഹമ്മദ് അലി കാക്ക യുടെ ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു 7 8 വയസ്സുള്ള അഹമ്മദ് എന്ന കുട്ടിയുടെ കണ്ണിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. അപ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച ഒരു സംഭവമുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പെൺകുട്ടിയുടെ കരൾ ചൂഴ്ന്ന് തിന്ന ആ ഒരു ദമ്പതികളുടെ കഥ ഈ 2 ദിവസം മുമ്പുള്ള ആ ഒരു പത്രത്തിൽ നമ്മൾ വായിച്ചിരുന്നു. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും ഒരു സമൂഹം നിബിഡമായിരുന്നു. അങ്ങനെയുള്ള ആ സമൂഹത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നാട്ടിൽ ആ ഒരു ഭൂതങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭൂതങ്ങളും പ്രേതങ്ങളും പിശാചുക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അന്നത്തെ ആ സമൂഹത്തിലുണ്ടായിരുന്നു. സ്വന്തം ഉമ്മ മരിച്ച ആ ഒരു ദുഃഖത്തിൽ മാനസിക നിലതെറ്റിപ്പോയ ഒരു കഥാപാത്രമായിരുന്നു മുഹമ്മദ് അലി കാക്ക. പക്ഷേ ഈ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് അവനെ ഒരു അവനെ ഭൂതം അവനെ ജിന്ന് പിടിച്ചതാണ്, അല്ലെങ്കിൽ ഭൂതമാണ് അവൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ള ആ ഒരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മാനസിക മായിട്ടുള്ള ആ ഒരു ദുഃഖം നേരിടുന്ന, മാനസികമായ ആ ഒരു ദുഃഖം നേരിടുന്ന അവനെ ഒരു ഭൂതം പിടിച്ചു എന്നുള്ള ആ രീതിയിലാണ് അന്നത്തെ ആ ഒരാളുകൾ കണ്ടിരുന്നത്. അപ്പോൾ 7 8 വയസ്സുള്ള ഒരു കുട്ടിയാണ് അഹമ്മദ്. അവന് മുഹമ്മദ് അലി കാക്കയുടെ ആ ഒരു കാര്യത്തിൽ വളരെയധികം സങ്കടം തോന്നുകയാണ്. ആദ്യം ആയസമായി മരിച്ച ദിവസം വളരെ സുന്ദരനായ ആ ഒരു മുഹമ്മദ് അലി കാക്കയായിരുന്നു അവനന്ന് കണ്ടിരുന്നത്. അന്ന് മുഹമ്മദ് അലി കാക്ക അവനെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാണ്. അവന് ചന്തയിലെ മിഠായി ഭരണിയിൽ നിന്നും കോലുമിഠായി വാങ്ങിക്കൊടുത്തിട്ടുള്ളതാണ്. ആ നിറം പിടിപ്പിച്ച ഓർമ്മകളൊക്കെയാണ് അവൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ അവൻ്റെ ആ മുഹമ്മദ് അലി കാക്കയാണ് ഇന്ന് നെടുമ്പുരയിൽ വളരെ വികൃതമായ രൂപത്തിൽ, ഏറ്റവും ദയനീയമായിട്ടുള്ള രൂപത്തിൽ കെട്ടിയിട്ടപ്പെട്ടിരിക്കുന്നത്. ഒരു അന്ധവിശ്വാസത്തിൻ്റെ ബലിയാട്. പുരയുടെ തെക്കേ ചെരുവിലായിരുന്നു നെടുമ്പുര. നെടുമ്പുരയിൽ ഇക്കാക്ക മാത്രം. നെടുമ്പുരയിൽ ഇക്കാക്കയ്ക്ക് കിടക്കാൻ കട്ടിലില്ല. തിന്നാൻ കൊടുക്കുക കറുത്തു വരേണ്ട അലൂമിനിയം പാത്രങ്ങളിൽ. മറ്റാരും ആ പാത്രത്തിൽ നിന്നുകൂടാ. അപ്പോൾ ഏതോ ഒരു നികൃഷ്ടജീവിയെപ്പോലെ മുഹമ്മദ് അലി കാക്കയെ അവിടെ കെട്ടിയിരിക്കുകയാണ്. ആ കുട്ടിക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം എത്ര സുന്ദരനായിരുന്നു അവൻ്റെ മുഹമ്മദ് അലി കാക്ക. അവനെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പള്ളിയുടെ സമീപത്തുള്ള ആ ജലാശയത്തിൽ ആ വെള്ളാരം കണ്ണ് ഉള്ള അവൻ്റെ ആ മുഹമ്മദ് അലി കാക്ക, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ചുറ്റോളങ്ങൾ വന്നപ്പോൾ അവന് ഓർമ്മ വന്നത് മുഹമ്മദ് അലി കാക്കയുടെ ആ വെള്ളാരം കണ്ണുകളാണ്. അത്രയും സുന്ദരനായിരുന്ന ആ മുഹമ്മദ് അലി കാക്കയുടെ രൂപമാണ് ഇന്ന് അവനെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്നത്. 2 വലിയ മരമുട്ടികൾ, മുട്ടികളിന്മേൽ ഇരുമ്പു ചങ്ങലകൾ, ഇരുമ്പു ചങ്ങലയുടെ അറ്റത്ത് വലയങ്ങൾ, വലയത്തിനകത്താണ് കാലുകൾ, കാലിൽ ചങ്ങല തട്ടി ചോന്ന വട്ടം, അതിനു ചുറ്റും മണിയനീച്ചകൾ ആർക്കുന്നു. തുടുത്ത കറുകറുപ്പൻ മണിയനീച്ചകൾ. അവ പാറുമ്പോൾ കിർ കിർ എന്ന ഒച്ചയാണ്. ആകെ അറപ്പ്. അപ്പോൾ ഈ 7 8 വയസ്സുള്ള അഹമ്മദ് എന്ന കുട്ടിയുടെ കണ്ണിൽ കൂടിയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ആ കഥയാകട്ടെ അതിമനോഹരമായിട്ടുള്ള ആഖ്യാന രീതിയാണ് NB മുഹമ്മദിൻ്റേത്. മനോഹരമായിട്ടുള്ള ഒരു കഥാരചന രീതിയാണ്. കാലിലെ ചങ്ങല കിലുക്കി തുടരിട്ട നെടുമ്പുരയുടെ ഒത്ത നടുവിലുള്ള തൂണിൽ മുഹമ്മദ് അലി കാക്ക നിന്നു. തുണിയില്ല, കുപ്പായമില്ല. ഒരു ചാക്ക് കണ്ടം മുന്നിൽ കെട്ടിയിരുന്നു. ഇക്കാക്കയത് പിച്ചു കീറിയിട്ടു. കുണ്ടിലാണ്ടുപോയ വെള്ളാരം കണ്ണുകൾ, കട്ട പിടിച്ച മുടി, വളർന്ന താടിമീശ. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മുഹമ്മദ് അലി കാക്കയുടെ രൂപം അവന് വളരെയധികം സങ്കടമുണ്ടാക്കുകയാണ്. ഒരു തുണിയോ കുപ്പായോ ഇല്ലാതെ അവൻ്റെ ആ മുഹമ്മദ് അലി കാക്ക അങ്ങനെ അവിടെ ആ ഒരു ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവനെ തിരിച്ചറിയുന്നില്ല. മാനസിക രോഗം പിടിപെട്ട് അയാൾ
അവിടെ നേരായ ചികിത്സ പോലും നൽകാതെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. പണ്ടുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ്. മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ ഭൂതം പിടിച്ചു അല്ലെങ്കിൽ പ്രേതം കൂടി ജിന്നു പിടിച്ചു എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുക. ആവശ്യത്തിനുള്ള ചികിത്സ പോലും നൽകുകയില്ല. ഉമ്മ കാണാതെ, അമ്മായി കാണാതെ, മൂത്താപ്പ കാണാതെ ഞാൻ നെടുമ്പുരയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. മുഹമ്മദാലി കാക്ക ഒരു ഉണക്കില തറയിൽ നിന്നെടുത്തു. വലത് കൈ വായിൽ വെച്ചു. കൈ നിറയെ തുപ്പൽ. ഛീ! ചൂണ്ടാണി വിരലിൻ്റെ അറ്റത്ത് ചപ്പില വെച്ചു. തള്ളവിരൽ കൊണ്ട് ഇലയുടെ തുമ്പത്തൊരു മേട്ടം. പിന്നെയും ഇലയുടെ തുമ്പത്തൊരു മേട്ടം. പിന്നെയും മേട്ടം. തള്ളവിരൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. പമ്പരം പോലെ ഇല തിരിയുന്നു. ഇല തിരിയുന്നതിൻ്റെ ഊക്കിൽ ചാക്കരാം ചാക്കരാം എന്ന് ഇക്കാക്കയുടെ പാട്ട്. ഇടയ്ക്ക് കൂക്കി വിളി. ചെമ്പോത്തിൻ്റെ ഒച്ചയിടുന്ന ഇക്കാക്ക. അപ്പോൾ മാനസിക രോഗം പിടിപെട്ട, മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഭ്രാന്തനായ ആ മുഹമ്മദാലി കാക്കയുടെ ആ ഒരു ചെയ്തികൾ, അവൻ്റെ പ്രവൃത്തികൾ വളരെ വിശദമായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ പതിയുകയാണ്. അപ്പോൾ വളരെ കാവ്യാത്മകമായിട്ടാണ് ഈ ഒരു നോവല് പറയുന്നത്. ഉമ്മ കാണാതെ, അമ്മായി കാണാതെ, മൂത്താപ്പ കാണാതെ എന്നൊക്കെ വളരെ കാവ്യാത്മകമായിട്ടുള്ള ആ ഒരു രചനാ സമ്പ്രദായമാണ് ഇതിൽ ഉള്ളത്. മുഹമ്മദാലി കാക്കയാകട്ടെ വളരെ സൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ പിറകിൽ ഉമ്മ വന്നു. ഇവിടെ വാ. ഞാൻ കുതറി. ഉമ്മ ബലമായി എൻ്റെ കൈപിടിച്ചു. വാ മോനെ, ഇക്കാക്കൻ്റെ അടുത്ത് നിൽക്കരുത്. തുടങ്ങിയല്ലോ ഉമ്മുവിൻ്റെ വകയും. ഉമ്മ മുളങ്കാടിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ തുപ്രനുണ്ടായിരുന്നു. തുപ്രൻ ഇല്ലിക്കോല് വെട്ടുകയായിരുന്നു. ഇപ്പോൾ കൂടില്ലാത്ത ഭൂതങ്ങൾ പുറത്തു ചാടും. ഭൂതങ്ങളെ എനിക്ക് കാണിച്ചു തരാനായിരിക്കും വിളിച്ചുകൊണ്ട് വന്നത്. ഭൂതങ്ങൾക്ക് തലയിൽ കൊമ്പുണ്ടെന്ന് ആരാ പറഞ്ഞു തന്നത്? അപ്പോൾ ആ കുട്ടിയുടെ വിചാരം, കുട്ടിയുടെ ആ ചെറിയ മനസ്സിലേക്ക് അവർ പറഞ്ഞു കൊടുത്തിരുന്ന കാര്യങ്ങളാണ്. ചുറ്റും ഭൂതങ്ങളുണ്ട്, മുളങ്കാടിനടുത്ത് ഭൂതങ്ങളുണ്ട്. ആ ഭൂതത്തിൽ ഒന്നാണ് അവൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദാലി കാക്കയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു അന്ധവിശ്വാസങ്ങളൊക്കെ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഭൂതങ്ങളുണ്ട് എന്ന് അവൻ വിശ്വസിച്ചു. ഇല്ലിക്കോല് വെട്ടുമ്പോൾ ഭൂതങ്ങൾ പുറത്ത് ചാടുമെന്ന് ആ കുട്ടി ഭയന്നു. കൊയസാ കൊയസാ, അട്ടം പൊട്ടിക്കുന്ന വിളി. വല്യക്കാ വല്യക്കാ. ഞാൻ തിരിഞ്ഞു നോക്കി. മറിയമ്മായും ഉമ്മയുമാണ് ഒച്ച കൂട്ടുന്നത്. മൂത്താപ്പ അകത്തായിരിക്കും. അപ്പോഴാണ് മുഹമ്മദാലി കാക്കയെ കാണുന്നത്. ഇക്കാക്ക ചങ്ങല പൊട്ടിച്ചിരിക്കുന്നു. ഇക്കാക്കയുടെ കാലിൽ ചങ്ങലത്തുണ്ടുകൾ. വേച്ച് വേച്ച് നടക്കുന്ന ഇക്കാക്കയുടെ മുഖം എൻ്റെ നേർക്ക്. അപ്പോൾ ആ കുട്ടിയെ വളരെയധികം ഇഷ്ടമായിരുന്നു, അഹമ്മദിനെ വളരെയധികം ഇഷ്ടമായിരുന്നു മുഹമ്മദാലി കാക്കയ്ക്ക്. അതുകൊണ്ട് നെടുമ്പുരയിൽ കെട്ടിയിരുന്ന ആ ഒരു ചങ്ങല പൊട്ടിച്ച് കുട്ടിയുടെ നേർക്ക് അടുക്കുകയാണ്. അത് കണ്ട് ഭയന്ന് നിലവിളിക്കുകയാണ് ഈ അഹമ്മദിൻ്റെ ഉമ്മയും മറ്റുള്ളവരും. പടച്ചോനെ, ഇക്കാക്ക മുൻഭാഗം മറച്ചും ചാക്ക് കണ്ടം കീറിക്കളഞ്ഞിരിക്കുന്നു. അടിവെച്ച് കൈ ചുരുട്ടി ഇക്കാക്ക വരുന്നു. ചാക്കരാം ചാക്കരാം. പിന്നെ ചെമ്പൂത്തിൻ്റെ കൂക്ക്. അങ്ങനെ ഭ്രാന്തനായ ഇക്കാക്ക അവൻ്റെ നേരെ അടുക്കുകയാണ്. അത് കണ്ട് സകലരും നിലവിളിച്ചു. അല്പം ഒരു ചാക്ക് കഷ്ണം കൊണ്ട് മാത്രമാണ് അവൻ്റെ ആ മുൻഭാഗം മറച്ചിരിക്കുന്നത്. അതുപോലും ഇപ്പോൾ ഇല്ല എന്ന് കുട്ടി ശ്രദ്ധിക്കുകയാണ്. മൂത്താപ്പി എവിടെ നിന്നാണ് മുളങ്കൂട്ടത്തിലേക്ക് ഓടി വന്നത്? കയ്യിൽ നിറയെ മുള്ളും ഇലകളുമുള്ള ഇല്ലിക്കോൽ. വിറയ്ക്കുന്നു. നെട്ടോട്ടം മുറ്റത്തേക്ക് പാഞ്ഞു വന്നു മൂത്താപ്പ. അടി. മുഹമ്മദാലി കാക്കയെ മൂത്താപ്പ ഇടത്തും വലത്തും ആഞ്ഞടിക്കുകയായിരുന്നു. മൂത്താപ്പ കിതയ്ക്കുന്നുണ്ട്. കടക്കട നെടുമ്പുരയിലേക്ക് മൂത്താപ്പ. അടി കൊണ്ടിട്ടും പതറാതെ ഇക്കാക്ക നിന്നു. കണ്ണിൽ തീയുമായി. മൂത്താപ്പയുടെ കഴുത്തു പിടിക്കാൻ ഇക്കാക്ക കൈനീട്ടുന്നു. അപ്പോൾ എത്ര നിഷ്ഠൂരമായിട്ടാണ് ആ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭ്രാന്തനായ ആ ഇക്കാക്കയോട് പെരുമാറുന്നതെന്ന് നോക്കുക. അതിൻ്റെ ആ ഒരു പകയും ആ ഒരു വിഷമങ്ങളൊക്കെ ഇക്കാക്കയുടെ കണ്ണിലുണ്ട്. മൂത്താപ്പയെ കൊല്ലാനുള്ള മനസ്സുണ്ട് ആ മുഹമ്മദാലി കാക്കയ്ക്ക്. റബ്ബേ, അമ്മായി ഇപ്പോൾ മൂത്താപ്പയുടെ കഴുത്തു പിടിക്കും മുഹമ്മദാലി കാക്ക. ഞാൻ കണ്ണു ചെമ്മി. എനിക്കിത് കാണണ്ട. ഏതോ ഒരു മൃഗത്തിൻ്റെ പരുക്കൻ ശബ്ദമാണ് ശരീരത്തിൽ അടി വീഴുമ്പോൾ ഇക്കാക്ക പുറപ്പെടുവിക്കുന്നത്. മൂത്താപ്പയ്ക്ക് തടി ഓർമ്മയില്ല. ഉശിരു കൂടി. ഇക്കാക്കയുടെ തലമുടി പിടിച്ചു വലിച്ചു മൂത്താപ്പ. ഇക്കാക്ക വീണുപോയി. അടിയോടടി. നിലത്ത് കിടന്നുരുളുന്ന ഇക്കാക്കയുടെ ശരീരത്തിൽ ചോരപ്പാടുകൾ. അപ്പോൾ ബലിഷ്ഠനാണ് മൂത്താപ്പ. അവൻ്റെ മുഹമ്മദാലി കാക്കയെ തലമുടിയിൽ പിടിച്ചിട്ട് അയാൾ ക്രൂരമായി മർദ്ദിക്കുകയാണ്. എടി മറിയം, ചങ്ങലയെടുക്ക്. അമ്മായി നെടുമ്പുരയിലേക്ക് ഓടി. ഉമ്മ വന്ന് എൻ്റെ മുഖം തടവി. എനിക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൂക്കിപ്പിടിച്ച ചങ്ങല മൂത്താപ്പയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു മറിയമ്മായി. ഇക്കാക്കയെ ചങ്ങല കൊണ്ടടിച്ചപ്പോൾ അമ്മായി പറഞ്ഞു, മനസ്സക്കുട്ടിയെന്ന് വിചാരിക്കുക കോയസാ. അപ്പോൾ യാതൊരു ദയയുമില്ലാതെ നിഷ്ഠൂരമായിട്ടാണ് ആ മൂത്താപ്പ
അവനെ അടിക്കുന്നത്. ഇപ്പോൾ പഴയ ആളുകൾ അങ്ങനെയാണ്, അന്ധവിശ്വാസങ്ങൾ കൊണ്ടും മനസ്സിൽ കാഠിന്യമുള്ളവരായിരുന്നു അന്നത്തെ ആളുകൾ. അങ്ങനെ അടിച്ചപ്പോൾ അമ്മായി പറഞ്ഞു, അതൊരു മനസ്സുകുട്ടിയാണെന്ന് ഒന്ന് വിചാരിക്കേ, ഒരു മനുഷ്യനാണെന്ന് അവൻ വിചാരിക്കേ. മനസ്സുകുട്ടിയാ? മൂത്താപ്പ പറഞ്ഞു, ഇതൊന്നും ഓൻ്റെ ശക്തിയല്ല, മനസ്സിൻ്റെ ശക്തിയല്ല, ഭൂതത്തിൻ്റെ ശക്തിയാണ്. 3 മൂർത്തികളാ ഓൻ്റെ മേത്ത്, അനക്കറിയൂലേ? അപ്പോൾ അവന് നേരായ വിധത്തിൽ ഒരു ചികിത്സ കൊടുക്കാനോ ഒന്നും അന്ധവിശ്വാസിയായിട്ടുള്ള മൂത്താപ്പ തയ്യാറായില്ല. 3 മൂർത്തികൾ അല്ലെങ്കിൽ 3 പിശാചുക്കളാണ് അവൻ്റെ ശരീരത്തിലുള്ളത്, അത് അടികൊണ്ടാലേ പോകൂ എന്നുള്ളതായിരുന്നു മൂത്താപ്പയുടെ കണക്കുകൂട്ടൽ. അമ്മായി മിണ്ടിയില്ല. ഇക്കാക്ക അനങ്ങാതെ കിടന്നു. തുപ്രൻ ഓടി വന്നിരിക്കുന്നു. എടാ, ഓൻ്റെ കാലിൽ ചങ്ങലയിട്. അരണ്ടാണ് തുപ്രൻ നിലത്തിരുന്നത്. ഇക്കാക്ക അനങ്ങിയില്ല. മുറിവുള്ള കാലിൽ ചങ്ങലയിട്ടപ്പോൾ ഇക്കാക്ക ഞരങ്ങി. വായിൽ നിന്ന് കേല ഒഴുകിയിരുന്നു. പിടിക്കടാ തുപ്ര. കാലിലിട്ട ചങ്ങലയുടെ അറ്റം പിടിച്ചു മൂത്താപ്പയും തുപ്രനും. നിലത്തിട്ട് വലിച്ച് നെടുമ്പുരയിലേക്ക് മുഹമ്മദാലിക്കാക്കയെ കൊണ്ടുപോയി. ഓല മടൽ വലിച്ചു കൊണ്ടുപോകും പോലെ, ഒരു ഓല മടൽ വലിച്ചു കൊണ്ടുപോകും പോലെയാണ് ഇക്കാക്കയെ നെടുമ്പുരയിലേക്ക് വലിച്ചു കൊണ്ടുപോയത്. മനസ്സിന് അല്പം പോലും ഒരു ദയയില്ലാതെ ഉമ്മവും ഞാനും അകത്തേക്ക് കടന്നു. ഉമ്മയും അമ്മായിയും അടക്കം പറയുന്നു, ആയിഷ താത്ത ഇത് കാണാതെ കണ്ണ് ചിമ്മിത് നന്നായി. അല്ലെങ്കിൽ സ്വന്തം മകൻ്റെ അവസ്ഥയോർത്ത് ആ അമ്മ ഹൃദയം പൊട്ടി മരിച്ചു പോവായിരുന്നു. ഓൻ്റെ ഉപ്പയും, മുഹമ്മദാലി കാക്ക, നിങ്ങൾക്ക് ഞാനുണ്ട്, ഞാൻ വലുതായി നിങ്ങളെ സൂക്കേട് മാറ്റിച്ച്. അപ്പോൾ ആ കുട്ടി മനസ്സിൽ പറയാണ്, ഇത് മുഹമ്മദാലി കാക്കയ്ക്ക് നല്ലൊരു ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു എന്നാണ് കുട്ടിയുടെ വിചാരം. ഇതുപോലെയാവില്ല, ഞാൻ വളർന്ന് വലുതാവുമ്പോൾ നിങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, ഡോക്ടറെ കാണിച്ച് നിങ്ങളെ ചികിത്സിപ്പിക്കുമെന്ന് ആ കുട്ടി വിചാരിച്ചു. മൂത്താപ്പ അകത്തേക്ക് വന്നപ്പോൾ ഇലയനക്കമില്ല. എല്ലാവരുടെയും മുഖം കനത്ത് അമ്മായി വിങ്ങിപ്പൊട്ടുന്നു. അപ്പോൾ മൂത്താപ്പ ആ ഒരു മർദ്ദനമൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജീവശവമായിട്ടിരിക്കുകയാണ്, ആരും മിണ്ടുന്നില്ല. മറിയം, ഓനെ പിന്നെ എങ്ങനെ ചങ്ങലക്കിടും? താൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ് മൂത്താപ്പ. കാരണം അവനെ അടി കൊടുക്കാതെ ഒരിക്കലും, ഇത്രയും ഭയങ്കരമായി മർദ്ദിക്കാതെ ഒരിക്കലും അവനെ ചങ്ങലക്കിടാൻ സാധിക്കില്ല എന്ന്. നമ്മുടെ വിധി, അമ്മായി പറഞ്ഞു. ഉമ്മ മിണ്ടിയില്ല. പുറത്ത് കാറ്റൂതുന്നു ഇലകളിൽ. ഇനി നമുക്ക് അടുത്ത ദിവസം എടുക്കാം.